അമിത പഞ്ചസാരയും മൈദയും അടങ്ങിയ ജങ്ക് ഫുഡുകൾ ഇന്ത്യൻ യുവതികൾക്ക് പോഷകാഹാരക്കുറവുണ്ടാക്കുന്നു. പൊതുവെ ആരോഗ്യവതികളായി കാണുന്ന യുവതികളിൽ പലരും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണെന്ന് പഠനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രകാരം 18നും 40നും ഇടയിൽ പ്രായമുള്ള 10-4 ഇന്ത്യൻ യുവതികളിൽ പോഷകാഹാര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടെത്തി. ക്രമരഹിതമായ ഭക്ഷണരീതിയാണ് ഇതിന് കാരണം. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ലഭിക്കാത്ത അവസ്ഥയിലാണ്. പോഷകാഹാരക്കുറവ് കൊണ്ട് അർത്ഥമാക്കുന്നത് ജങ്ക് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിച്ചതും ഇതിനൊരു കാരണമാണ്. പല യുവതികളും തിരക്കും മൂലമോ ഡയറ്റിംഗിന്റെ ഭാഗമായോ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട്. ഇത് പകൽ സമയത്തെ വിശപ്പ് വർദ്ധിപ്പിക്കുകയും ഉച്ചയ്ക്ക് കനത്ത ആഹാരമോ ജങ്ക് ഫുഡോ കഴിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും അയൺ, ഫോളിക് ആസിഡുകളുടെ ആഗിരണം തടയുകയും ചെയ്യുന്നു. ബേക്കറി ഫുഡുകളിൽ പഞ്ചസാരയും മൈദയും അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൊതുവെ ആരോഗ്യവതികളായി കാണുന്ന യുവതികളിൽ പലരും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണെന്ന് പഠനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രകാരം 18നും 40നും ഇടയിൽ പ്രായമുള്ള 10-4 ഇന്ത്യൻ യുവതികളിൽ പോഷകാഹാര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടെത്തി. ക്രമരഹിതമായ ഭക്ഷണരീതിയാണ് ഇതിന് കാരണം. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ലഭിക്കാത്ത അവസ്ഥയിലാണ്. പോഷകാഹാരക്കുറവ് കൊണ്ട് അർത്ഥമാക്കുന്നത് ജങ്ക് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിച്ചതും ഇതിനൊരു കാരണമാണ്. പല യുവതികളും തിരക്കും മൂലമോ ഡയറ്റിംഗിന്റെ ഭാഗമായോ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട്. ഇത് പകൽ സമയത്തെ വിശപ്പ് വർദ്ധിപ്പിക്കുകയും ഉച്ചയ്ക്ക് കനത്ത ആഹാരമോ ജങ്ക് ഫുഡോ കഴിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും അയൺ, ഫോളിക് ആസിഡുകളുടെ ആഗിരണം തടയുകയും ചെയ്യുന്നു. ബേക്കറി ഫുഡുകളിൽ പഞ്ചസാരയും മൈദയും അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.